നമസ്കാരം. നമ്മുടെ വെണ്ടയൊക്കെ കാച്ചു കേട്ടോ. ഇനി വെണ്ടപ്പുളി വെച്ച് കഴിക്കാം. നല്ല ടേസ്റ്റാട്ടോ സാധനം വെണ്ടപ്പുളി. നമ്മുടെ നാടൻ വെണ്ടയ്ക്ക പുളി വെച്ച് കഴിക്കണം, അതിനൊരു പ്രത്യേക ടേസ്റ്റാ. ഇതിപ്പോൾ 1-2 ചെടിയെ കാക്കാൻ തുടങ്ങിയിട്ടുള്ളൂ, അതുകൊണ്ട് പുളി വെച്ച് കഴിക്കും. ഇനിയൊരു 2-3 ചെടിയും കൂടെ ആകാനായിട്ടുണ്ട്. അതും കൂടി ചെയ്താൽ നല്ല മുളക് പൊടിയും ഉപ്പും ഇട്ട് വറുത്ത് കഴിക്കാൻ ഒരു പ്രത്യേക രുചിയാണ് ഈ സാധനം. ഇത് 2ാമത്തെ ചെടിയാട്ടോ. അത് ചെറിയ ചെടിയാണ്, അതപ്പോൾ കാക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇന്ന് നേരത്തെ ഒരു വെണ്ട പറിച്ചു. ഇതാണ്ടോ, അടിപൊളി വെണ്ട, കുറച്ച് നീളമൊക്കെ ഉണ്ടാവും. നമുക്ക് 2 വെണ്ട കിട്ടിയാൽ ഒരു പുളി വെച്ച് സുഖമായി കഴിക്കാം. ഈ മഴക്കാലത്ത് പണ്ട് വെണ്ടയ്ക്ക പുളിയും പച്ചപ്പയർ ഉപ്പേരിയാണ് ഫേവറേറ്റ്. ഇപ്പോഴും അത് ഫേവറേറ്റ് തന്നെ കേട്ടോ. പച്ചപ്പയർ ആയിട്ടില്ല, കുറച്ച് ചെടികളൊക്കെ മുളച്ചിട്ടുണ്ട്. ഇതെൻ്റെ സഹധർമ്മിണി നട്ടുണ്ടാക്കിയതാട്ടോ. അവൾ സെപ്പറേറ്റ് പരിപാലിക്കുന്നൊരു സംഭവമാണ്. 5 ഇല വന്നിട്ടുണ്ട്. ഇനി പൂവും കായും വരും. എന്തായാലും കായ്ക്കാം. നമുക്ക് വെണ്ടയ്ക്ക വറുത്ത് കഴിക്കാം. ഞാൻ കാണിച്ചു തരാം കേട്ടോ അടുത്ത വീഡിയോയിൽ.